ഖുർആൻ ഹിഫ്ള് പരീക്ഷകൾ എങ്ങനെയാണ് അതുണ്ടാവുക, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതു രൂപത്തിലാണ് പഠിക്കേണ്ടത് തുടങ്ങിയ പല ചോദ്യങ്ങളും പലരും ചോദിക്കാറുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള വ്യക്തമായ മറുപടികൾ ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോയാണിത്. എല്ലാവരും മുഴുവനായി കേൾക്കുക. 5ാം ക്ലാസ്സിൻ്റെ ഖുർആൻ ഹിഫ്ള് പാദവാർഷിക പരീക്ഷയ്ക്ക് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആദ്യം നമുക്ക് കേൾക്കാം. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യണമെന്ന് വിനയത്തോടുകൂടെ അറിയിക്കുന്നു. ഇനി നമുക്ക് പാദവാർഷിക പരീക്ഷയുടെ ഖുർആനിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ എങ്ങനെയെന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് കാണാം, കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്തു നിന്ന് 3 വരിയിൽ കുറയാതെ ഓരോ കുട്ടിയെക്കൊണ്ട് മുസ്ഹഫിൽ നോക്കി ഓദിക്കുക. സൂറത്തുൽ ബഖറയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എടുത്ത സൂറത്തുകൾ ഏതൊക്കെ, അതിൽ നിന്നൊക്കെ ഖുർആനിൽ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഓത്ത് തന്നെ ഏത് രൂപത്തിലാവണം? മഖ്റജ് കുട്ടി പരിഗണിക്കുന്നുണ്ടെങ്കിൽ, അഥവാ അക്ഷരങ്ങൾ പുറപ്പെടുന്നത് അതിൻ്റെ ശരിയായ സ്ഥലങ്ങളിൽ നിന്ന് ഉച്ചാരണ ശുദ്ധിയൊക്കെ പരിഗണിച്ച് 20 മാർക്ക് കൊടുക്കും. അഹ്കാമുകൾക്ക് 20 മാർക്ക്, അഥവാ നിയമങ്ങൾ ഇദ്ഗാം, ബിഉന്ന, ബിലാ, ഉന്ന, ഇൽഹാർ, ഇഖ്ലാബ് തുടങ്ങിയതൊക്കെ പരിഗണിച്ചിട്ടാണ് ഒന്നെങ്കിൽ അതിനും 20 മാർക്ക്. അങ്ങനെ 40 മാർക്കായി. പിന്നെ വഖഫ്, ഇബ്തിദാഹ്, നമ്മൾ തുടങ്ങുന്നത് ഔദും ബിസ്മിയൊക്കെ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ അവസാനിപ്പിക്കുന്നത് സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. അതുപോലെ തന്നെ വഖഫ് ചെയ്യേണ്ട രൂപത്തിലാണ് വഖഫ് ചെയ്യുന്നത്, അതിന് 5 മാർക്ക്. പിന്നെയുള്ളത് ഹുസ്നു സൗത്തിനിക്ക് 5 മാർക്ക്, നമ്മുടെ ശബ്ദമാധുര്യം, അതിനെ പരിഗണിച്ചിട്ട് 5 മാർക്ക്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് നമുക്ക് മുഴുവൻ മാർക്കും വാങ്ങാൻ കഴിയുന്നത്. പരമാവധി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഹിഫ്ള് ചോദ്യം ഏത് രൂപത്തിലാണ് വന്നതെന്ന് നോക്കാം. മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനഃപ്പാഠം ഓദിക്കുക. എന്നിട്ട് ഒന്നാമത്തത് സൂറത്ത് യാസീൻ ആദ്യം മുതൽ 22 ആയത്ത് വരെ 3 വരിയിൽ കുറയാതെ. അപ്പോൾ ഉസ്താദിനെ 1 മുതൽ 22 വരെയുള്ളതിൽ നിന്ന് ഏത് വേണമെങ്കിലും നിങ്ങളോട് ചോദിക്കാവുന്നതാണ്. അതിനിക്ക് 30 മാർക്ക്, അത് മുഴുവനായി ഓതിക്കൊടുക്കുന്നതിന് 30 മാർക്ക്. രണ്ടാമത്തത് ഇക്കാമത്ത് പൂർണ്ണമായും, നമ്മൾ നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കും, അത് കഴിഞ്ഞ് നിസ്കരിക്കാൻ തൊട്ട് മുമ്പ് ഇക്കാമത്ത് കൊടുക്കും, അതിനിക്ക് 20 മാർക്ക്, അത് മുഴുവനായിട്ട് ചൊല്ലിക്കൊടുക്കുന്നവർക്ക്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഹിഫ്ളിൻ്റെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇനി പുറമേ നിന്ന് മറ്റു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വീഡിയോയിൽ കാണിക്കാം. ബാങ്ക്, അതുപോലെ ഹയ്യാലകളിൽ ഹയ്യാല സ്വലാ ഫല, സുബൈൽ അസ്സലാത്തു ഖൈറും മിനന്നവും, പിന്നെ ഇക്കാമത്ത്, ഇതൊക്കെ കേട്ടാൽ പറയേണ്ടത് എന്താണെന്ന് ചോദിക്കാം. ബാങ്കിൻ്റെ പൂർണ്ണ രൂപം, അതുപോലെ തന്നെ ബാങ്കിന് ശേഷമുള്ള ദുആ, വുളൂവിന് ശേഷമുള്ള ദുആ, അതുപോലെ കുനൂത്ത്, അത്തഹിയാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത്, അതിന് ശേഷമുള്ള അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന ദുആ, അതേ പ്രകാരം തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ട റുക്കൂയിലും സുജൂദിലും മറ്റൊക്കെ ഇത്തിദാലിലൊക്കെ ചെല്ലാനുള്ള ദിക്റുകൾ, ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിഖിലെ ദിക്റുകൾ, കഴിഞ്ഞ പാഠഭാഗങ്ങളിൽ പഠിച്ച ദിക്റുകളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കഴിയുന്നതും നമ്മൾ പഠിച്ചു വെക്കുക. പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ട കാര്യങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കുക. സൂറത്ത് യാസീനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ആയത്തുകളുടെ എണ്ണം 32 ആണ്. 32 ആയത്തും കൃത്യമായി നമ്മൾ പഠിക്കുക. ഇനി അതുപോലെ തന്നെ മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ കമ്പയർ ചെയ്ത് നല്ല രൂപത്തിൽ ഈ പറയപ്പെട്ട നിയമങ്ങളും നിയമാവലികളൊക്കെ അനുസൃതമായിക്കൊണ്ട് ഖുർആൻ ഓതുകയും ഹിഫ്ള് ഓതിക്കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ. നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് മറക്കരുത് എന്നൊരിക്കൽ കൂടി അറിയിക്കുന്നു. ഇതോടൊപ്പം തന്നെ നിസ്കാരത്തിൽ പ്രധാനമായി ചൊല്ലുന്ന ദിക്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ്. വജ്ജഹത്തു ആണ് നിങ്ങൾ കാണുന്നത്. വജ്ജഹത്തുവിന് ശേഷം റുക്കൂയിൽ ചെല്ലേണ്ട സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന ദിക്റ്, റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ഷിഅത മിൻ ഷൈഇൻ ബഅദ്, ഇഅ്തിദാലിൽ ചൊല്ലാനുള്ളതാണ്. സുജൂദിൽ ചെല്ലാനുള്ള സുബ്ഹാന റബ്ബിയൽ അല വബിഹംദിഹി. 2 സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ റബ്ബി ഗ്ഫിർലി വറഹംനി വജ്ബുർനി വറുഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് തുടങ്ങിയിട്ടുള്ള അത്തഹിയാത്തും ശേഷം വരുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദ്, അവസാനം ഇന്നക ഹമീദും മജീദ് വരെ തന്നെ പഠിക്കുക. അവസാനം സ്വലാത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിന് ശേഷമുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ ഗ്ഫിർലി തുടങ്ങുന്ന ആ പ്രാർത്ഥനയും, പിന്നെ സുബഹി നമസ്കാരത്തിൽ പ്രത്യേകമായി വരുന്ന കുനൂത്ത്, ഇതൊക്കെ പലർക്കും അറിയുന്നതാണ്. ചില ആളുകൾക്ക് അറിയാത്തതുണ്ടാകും. ഈ ഒരു വീഡിയോയിലൂടെ അതും പഠിച്ചു വെക്കുക.